ചെകുത്താൻ 11. ആ രാത്രി ലച്ചുവിന് ഉറങ്ങാനേ കഴിഞ്ഞില്ല. നാളെ നേരം വെളുക്കുമ്പോൾ അയാൾ വരും, തനിക്കുള്ള കൊലക്കയറുമായി. അങ്ങനെയാണ് അവൾക്ക് തോന്നിയത്. അവനിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആത്മാർത്ഥമായി അവൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതെങ്ങനെയെന്ന് മാത്രം ആ പാവം പെണ്ണിന് അറിയില്ല. വേണ്ട, എനിക്ക് രക്ഷപ്പെടണ്ട. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചാൽ അതിന് പകരമായി കൊടുക്കേണ്ടി വരുന്നത് അച്ഛന്റെ ജീവൻ തന്നെയാകും. അച്ഛനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സുഖവും എനിക്ക് വേണ്ട, അവൾ മനസ്സിൽ ഓർത്തു. പുലർച്ചെയോ മറ്റോ ആണ് അവളൊന്ന് കണ്ണടച്ചത്. എങ്കിൽ കൂടിയും വെളുപ്പിന് 5 മണിയോടെ തന്നെ അവൾ എഴുന്നേറ്റു. രാമനും അന്ന് എഴുന്നേൽക്കാൻ താമസിച്ചു. തന്റെ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ രാമന് ലച്ചുവിനെ നോക്കാനുള്ള ശക്തി പോലും ഇല്ലായിരുന്നു. അത്രയേറെ ആ സാധു മനുഷ്യൻ തളർന്നിരുന്നു. രാവിലെ കാപ്പിക്കുള്ളതെല്ലാം രാധ റെഡിയാക്കിയെങ്കിലും ലച്ചുവോ രാമനോ ഒന്നും തന്നെ കഴിച്ചില്ല. സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. ഏതാണ്ട് 10 മണിയോടുകൂടി ജഗന്റെ കറുത്ത ബെൻസ് ആ തറവാട്ടുമുറ്റത്തേക്ക് ഒഴുകിയെത്തി. തന്റെ മുറിയിലെ നിഴലിൽ കൂടി നെഞ്ചിടിപ്പോടെ ആ കാഴ്ച ലച്ചു കണ്ടു. അതുവരെ സംഭരിച്ചു വെച്ചിരുന്ന ധൈര്യമെല്ലാം ചോർന്നു പോകുന്നത് ആ കുഞ്ഞിപ്പെണ്ണ് അറിഞ്ഞു. വല്ലാത്ത ഭയത്തോടെ നിറഞ്ഞ കണ്ണുകളോടെ അവൾ തന്റെ മുറിയിലെ കട്ടിലിന്റെ മൂലയിലേക്ക് ചുരുണ്ട് കയറി ഇരുന്നു പോയി. തല ഉയർത്തിപ്പിടിച്ച് ഒരു വിജയിയെപ്പോലെ ജഗൻ കാറിൽ നിന്നിറങ്ങി. സുഭദ്രയുടെ മുഖത്തും വല്ലാത്തൊരു അഹങ്കാരം തന്നെയാണ്. എന്നാൽ നാരായണൻ, അയാൾ മുഖമുയർത്തി ആരെയും നോക്കിയില്ല. അയാൾക്കതിന് കഴിയില്ല. ഹാളിലേക്ക് കയറി അവിടെയുള്ള സെറ്റിയിൽ കാലിന്മേൽ കാൽ കയറ്റിയിരുന്നു ജഗൻ. അരികിലായി സുഭദ്രയും നാരായണനും. എല്ലാം നഷ്ടപ്പെട്ട് തളർച്ചയോടെ സങ്കടത്തോടെ അവർക്കെതിരെ രാമൻ വന്നിരുന്നു. ദയനീയഭാവത്തോടെ അയാൾ നാരായണനെ ഒന്ന് നോക്കി. രാമന്റെ നോട്ടം ഹൃദയത്തെ കൊത്തി വലിക്കുന്നതറിഞ്ഞ നാരായണൻ നിറ കണ്ണുകളോടെ മുഖം താഴ്ത്തി. പേടിച്ചു വിറച്ചു നിൽക്കുന്ന ലച്ചുവിനൊപ്പം തന്നെ നിൽക്കുകയാണ് രാധ. വരുന്നവർക്ക് ചായ ഇടാനും ഒന്നിനും അവരും തയ്യാറായില്ല. മെയ് 6 വെള്ളിയാഴ്ച 12-നും 1 മണിക്കും ഇടയിലുള്ള മുഹൂർത്തമാണ്. ഇവിടെ അമ്പലത്തിലുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയാൽ മതി, പറഞ്ഞുകൊണ്ട് കുറിപ്പടി ജഗൻ രാമന്റെ മുന്നിലായി വെച്ചു. ജഗൻ സുഭദ്രയെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ സുഭദ്ര ലച്ചുവിന്റെ മുറിയിലേക്ക് നടന്നു. പേടിച്ചു വിറച്ച് നിറ കണ്ണുകളോടെ നിൽക്കുന്ന ആ പെൺകുട്ടിയെ അവർ കയ്യിൽ പിടിച്ചുകൊണ്ട് ഹാളിലേക്ക് നടന്നു. തന്റെ അമ്മയുടെ പുറകിലായി വിറച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരുന്ന അവളെ കണ്ടതും ജഗന്റെ കണ്ണുകൾ വിടർന്നു. ആ പെൺകുട്ടിയുടെ കണ്ണുനീരോ അവളുടെ മുഖത്ത് സങ്കടമോ ഒന്നും അവനെ ബാധിക്കുന്നേയില്ലായിരുന്നു. അവന്റെ കണ്ണുകൾ അവളുടെ ഉടലിന്റെ അഴകിലൂടെ പാഞ്ഞു നടന്നു. പതിയെ അവൻ എഴുന്നേറ്റു. പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് ചെറിയൊരു ബോക്സ് പുറത്തേക്കെടുത്തു. അതിൽ നിന്ന് 2 മോതിരങ്ങൾ. അപ്പോഴേക്കും സുഭദ്ര അവളെ പിടിച്ചുകൊണ്ട് അവന്റെ അരികിലായി ചേർത്ത് നിർത്തി. അവന്റെ കയ്യിലെ മോതിരം കണ്ടതും അവൾ ദയനീയമായി അവനെ ഒന്ന് നോക്കി. അവന്റെ കണ്ണുകളിലെ ഭാവം അത് കണ്ടതും അവൾക്ക് അവനോടുള്ള വെറുപ്പും ഭയവും ഒരുപോലെ നെഞ്ചിൽ നിറഞ്ഞു. നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളോടെ വിങ്ങിപ്പൊട്ടിയിരിക്കുന്ന രാമനെ കണ്ടതും അവൾ കണ്ണുകളടച്ച് തന്റെ സങ്കടം നിയന്ത്രിച്ചു. പതിയെ അവൻ അവളുടെ വിറയ്ക്കുന്ന കരങ്ങൾ പിടിച്ചുയർത്തി ആ വിരലിലേക്ക് മോതിരം അണിയിച്ചു. അവനെ തിരികെ അണിയിക്കാനുള്ള മോതിരം ആ കൈയിലേക്ക് കൊടുത്തു. പക്ഷേ ശരീരത്തിന്റെ വിറയൽ കാരണം ആ മോതിരമൊന്ന് നേരെ പിടിക്കാനോ അവന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കാനോ അവൾക്ക് കഴിയുന്നില്ലായിരുന്നു. നേരെ പിടിച്ചിടടി എന്നുള്ള അവന്റെ ഒരു അലർച്ച കൂടിയായതും അവളുടെ കയ്യിൽ നിന്ന് മോതിരം താഴെ വീണു. അവന്റെ ഉറക്കിയുള്ള അലർച്ച കൂടിയായതും പെണ്ണാകെ പേടിച്ചു. അതുവരെ കരുതി വച്ചിരുന്ന ധൈര്യം എല്ലാം ചോർന്നു. അവൾ ഓടിച്ചെന്ന് രാമന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. തന്റെ മകളുടെ സങ്കടം അത് രാമന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അയാളും ഉറക്കെ കരഞ്ഞു, വാവിട്ട് കരഞ്ഞു. എല്ലാം കണ്ട് നിസ്സഹായനായി നിൽക്കാനേ നാരായണന് കഴിഞ്ഞുള്ളൂ. തന്റെ കയ്യിൽ മോതിരമണിയിക്കാതെ അച്ഛന്റെ നെഞ്ചോട് ചേർന്ന് പൊട്ടിക്കരയുന്നവളെ കണ്ടതും അവന് വല്ലാത്ത ദേഷ്യം വന്നു. നീ എന്റേതാണ്, എന്റേത് മാത്രം. നിന്നിൽ ആർക്കും അവകാശമില്ല. എന്റെ നെഞ്ചിലല്ലാതെ മറ്റൊരാളുടെ നെഞ്ചിൽ, അത് നിന്റെ അച്ഛനായാൽ പോലും ചേർന്ന് നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. മനസ്സിലോർത്തുകൊണ്ട് അവൻ അവർക്കരികിലേക്ക് ചെന്നു. രാമന്റെ നെഞ്ചിൽ നിന്ന് അവളെ ശക്തിയോടെ അടർത്തി മാറ്റാൻ ശ്രമിച്ചു. വല്ലാതെ ഭയന്നതുകൊണ്ട് തന്നെ അവൾ തന്റെ അച്ഛനെ മുറുക്കി പിടിച്ചു. ജഗന്റെ പെരുമാറ്റത്തിൽ സുഭദ്രയും നാരായണനും ഒരുപോലെ പകച്ചു. അവർ ജഗനെ പിടിച്ചു മാറ്റാൻ നോക്കിയാലും അവന്റെ കൈകൾ അവളുടെ ശരീരത്തിൽ മുറുകി. പെട്ടെന്ന് രാമന്റെ കരച്ചിൽ ഉച്ചത്തിലായി. തന്റെ കൈ നെഞ്ചിൽ അമർത്തി പിടിച്ചുകൊണ്ട് അയാൾ കരയുന്നത് കണ്ടതും ജഗനും ഒന്നു പകച്ചു. രാമൻ ഒരു ഹൃദ്രോഗിയാണെന്ന ചിന്ത അവനിൽ കൂടി കടന്നുപോയി. തന്റെ മകളുടെ സങ്കടം കണ്ട് അവളെ ഒരു രാക്ഷസന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ അച്ഛനായ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന വേദനയിൽ ആ ഹൃദയം തകർന്നുപോയിരുന്നു. നാരായണൻ കരയുന്നത് കണ്ടതും ജഗൻ കുഴഞ്ഞു വീണ അയാളെ എടുത്തുയർത്തി.
പെട്ടെന്ന് തന്നെ അവരുടെ വണ്ടിയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപേ തന്നെ ആ ഹൃദയം നിലച്ചിരുന്നു. പക്ഷേ ആ ആത്മാവ് അപ്പോഴും തേങ്ങുകയായിരുന്നു. തന്റെ മകളെ ഓർത്ത് ഒരു രാക്ഷസന്റെ കയ്യിൽ നിന്ന് അവളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. രാമന്റെ മരണത്തോടെ തറവാടിന്റെ ഭരണം പൂർണ്ണമായും സുഭദ്രയും ജഗനും ഏറ്റെടുത്തു. ലച്ചു ആ തറവാടിനുള്ളിൽ തടവിലാക്കപ്പെട്ടതുപോലെയായി. നന്ദനയ്ക്ക് പോലും അവളെ ഒന്ന് കാണാനോ ഫോണിൽ വിളിച്ചെങ്കിലും സംസാരിക്കാനോ ഉള്ള സാഹചര്യം ഇല്ലാതെയായി. ആകെ ലച്ചുവിനുള്ള ആശ്വാസം അത് രാധചേച്ചി മാത്രമായിരുന്നു. അച്ഛനും കൂടി പോയതോടെ ലച്ചു ആകെ തളർന്നു. ജീവിക്കാൻ അവൾക്ക് ആഗ്രഹം ഇല്ലാതെയായി. അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് പോകണമെന്ന് തീവ്രമായി അവൾ ആഗ്രഹിച്ചു. അതിനായി അവൾ ശ്രമിച്ചു. പക്ഷേ പിടിക്കപ്പെട്ടു. അന്ന് ജഗന്റെ കൈ അവളുടെ കവളിൽ പതിഞ്ഞു. അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ചതെല്ലാം ഞാൻ നേടിയിട്ടുണ്ട്. എന്നെ തോൽപ്പിക്കാൻ നീ ശ്രമിച്ചാൽ നിന്റെ കൂട്ടുകാരിയില്ലേ നന്ദന, പിന്നെ അവളായിരിക്കും എൻ്റെ ഭാര്യ. അവളുടെ ഒരു കാമുകനുണ്ടല്ലോ, ഒരു ഫുട്ബോൾ കളിക്കാരൻ ശംഖു, അവനെയും ഞാൻ കൊല്ലും. ആ വാക്കുകൾ വീണ്ടും ലച്ചുവിനെ പേടിപ്പിച്ചു. മരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലുമില്ലാതെ കരഞ്ഞുകൊണ്ട് ആ കുഞ്ഞിപ്പെണ്ണ് തറവാട്ടിലെ ഒരു കൊച്ചുമുറിയിൽ കഴിച്ചുകൂട്ടി. ശംഖു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. ലച്ചുവിനെ എനിക്ക് കാണാനേ പറ്റിയിട്ടില്ല. രാമച്ചന്റെ മരണത്തിനാണ് ഞങ്ങൾ അവളുടെ വീട്ടിൽ ചെന്നത്. ചടങ്ങ് കഴിഞ്ഞതും ഞങ്ങൾ എല്ലാവരെയും അവിടെ നിന്ന് പറഞ്ഞുവിടാൻ തിടുക്കം പോലെയായിരുന്നു അവരുടെ ബന്ധുക്കൾക്ക്, പ്രത്യേകിച്ചും അയാൾക്ക്, ആ ജഗന്. പിറ്റേ ദിവസം ഞാൻ ലച്ചുവിനെ കാണാൻ ചെന്നെങ്കിലും അവൾക്ക് സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയെന്നാണ് അയാൾ പറഞ്ഞത്. ഏത് ആശുപത്രിയിലാണെന്ന് ചോദിച്ചെങ്കിലും അയാൾ ഒന്നും പറഞ്ഞില്ല. എന്തായാലും ഞങ്ങളുടെ നാട്ടിലെ ആശുപത്രിയിലല്ലായിരുന്നു. മരണം നടന്ന 5-ന്റെ അന്ന് തന്നെ സഞ്ചയനവും അടിയന്തരവും എല്ലാം ഒരുമിച്ച് നടത്തി അവർ ചടങ്ങുകൾ തീർത്തു. പിന്നെ ഒരിക്കൽ കൂടി ലച്ചുവിനെ കാണാനായി ഞാൻ അവിടെ ചെന്നു. പക്ഷെ അവരെന്നെ അകത്തേക്ക് കയറാൻ സമ്മതിച്ചില്ല. അതിനേക്കാൾ എനിക്ക് സങ്കടം എന്താണെന്നറിയാമോ? എന്റെ അച്ഛനും അമ്മയും എന്നെ ഇപ്പോൾ അങ്ങോട്ട് വിടുന്നില്ല. ലച്ചുവിനെ കാണാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്റെ അച്ഛൻ എന്നെ തല്ലുക വരെ ചെയ്തു. ഫോണിൽ പോലും അവളെ ഒന്ന് കിട്ടുന്നില്ലടാ. ഇന്നലെ അമ്പലത്തിൽ വെച്ച് എൻ്റെ ചേച്ചിയെ കണ്ടു, കുറേ നാളിന് ശേഷം. ചേച്ചിയും ഇപ്പോൾ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങാറില്ല. എപ്പോഴും ലച്ചുവിനൊപ്പമാണ്. ചേച്ചി പറഞ്ഞാണ് അവളുടെയും ജഗന്റെയും കല്യാണം തീരുമാനിച്ചെന്നും മെയ് 6-നാണ് കല്യാണമെന്ന് ഞാൻ അറിഞ്ഞതുപോലും. മെയ് 6 പറയുമ്പോൾ രാമച്ചൻ മരിച്ചിട്ട് ഏതാണ്ട് 1.5 മാസമേ ആകൂ. എന്നിട്ടും കല്യാണം നടത്താൻ തന്നെയാണ് അവരുടെ തീരുമാനം. എനിക്കറിയാം, ഇത് അവളുടെ സമ്മതത്തോടെ അല്ല. അയാളെ അവൾക്ക് ഇഷ്ടമല്ല. അയാളെ കാണുന്നത് പോലും അവൾക്ക് വെറുപ്പാണ്, പേടിയാണ്. ശംഖു, നിനക്ക് ഓർമ്മയില്ലേ അന്നൊരിക്കൽ നീ നിന്റെ ഏട്ടന്റെ കാര്യം പറഞ്ഞത്? ലച്ചുവിനെ പോലെ ഒരു മിണ്ടാപ്പൂച്ച നിന്റെ ദേവേട്ടന് ചേരുമെന്ന്. പക്ഷെ അന്ന് ദേവേട്ടന് ലച്ചുവിനേക്കാൾ ഒരുപാട് പ്രായമുണ്ടാകുമെന്ന് പറഞ്ഞാണ് നമ്മളത് വേണ്ടാന്ന് വെച്ചത്. ഈ ജഗന് നിന്റെ ദേവേട്ടന്റെ അതേ പ്രായമാണടാ. നീ ഒന്ന് നിന്റെ ചേട്ടനോട് പറയടാ എന്റെ ലച്ചുവിനെ രക്ഷിക്കാൻ. അവക്ക് ആരുമില്ലടാ. ശംഖുവിന്റെ തൊളിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നന്ദന അവനോട് സങ്കടം പറയുകയാണ്. നന്ദു സ്നേഹിക്കുന്ന ചെറുപ്പക്കാരനാണ് ശംഖു, ആദിശങ്കരൻ. അവിടെയുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയാണ് അയാൾ. ഒപ്പം കോളേജ് ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനും. അമ്മയില്ല, അച്ഛനും ചേട്ടനും മാത്രമാണുള്ളത്. ചേട്ടൻ മഹാദേവൻ. ലച്ചുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന സങ്കടങ്ങളും അവൾ അനുഭവിക്കുന്ന വിഷമങ്ങളും എല്ലാം ഓർത്ത് നന്ദനയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതിനേക്കാൾ അവളെ വിഷമിപ്പിച്ചത് ഈ ഒരവസ്ഥയിൽ ലച്ചുവിനെ സഹായിക്കാനും അവൾക്കൊരു താങ്ങാവാനും തനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന തോന്നലായിരുന്നു. താനിങ്ങനെ വിഷമിക്കാതെടോ. പിന്നെ ചേട്ടന്റെ കാര്യം, പുള്ളി ഇപ്പോൾ സ്ഥലത്തില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, പുള്ളിക്ക് ബിസിനസ് എന്ന് വെച്ചാൽ ഒരു ഭ്രാന്താണ്. തന്റെ ബിസിനസ് സാമ്രാജ്യം ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാനുള്ള ശ്രമമാണ്. ഇന്നലെ തന്നെ ഏട്ടൻ എന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഏട്ടൻ ഇപ്പോൾ ജർമ്മനിയിലാണെന്ന്. പെട്ടെന്ന് ഇങ്ങോട്ട് വരാനായിട്ട് ഞാൻ എന്ത് കാരണം പറയും? എന്തായാലും ഏട്ടനോട് പറയാൻ വരട്ടെ. അതിനു മുമ്പ് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമല്ലോ. എന്തായാലും ഇന്ന് രാധ ചേച്ചിയുടെ ഫോണിൽ നിന്ന് ലച്ചുവിനെ കൊണ്ട് നിന്നെ വിളിപ്പിക്കാമെന്ന് അവർ പറഞ്ഞിട്ടില്ലേ? നമുക്ക് അവളോട് സംസാരിക്കാം. ആ വീട്ടുകാരുടെ കണ്ണു വെട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ അവളോട് പറയാം. അങ്ങനെയാണെങ്കിൽ അവളെയും കൂട്ടി എന്റെ വീട്ടിലേക്ക് പോകാം. അവിടെ അച്ഛനുണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവളെ കൊണ്ട് തന്നെ ബന്ധുക്കൾക്കെതിരെ പരാതി കൊടുപ്പിക്കാം. പിന്നെ ഏട്ടൻ നാട്ടിൽ വന്നതിന് ശേഷം അവളുടെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഏട്ടനോട് കൂടി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കാം. എന്തായാലും ലച്ചുവിനെ ഏട്ടൻ കല്യാണം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ ചെറിയ കുട്ടിയല്ലേ. അത് ഏട്ടന് സമ്മതമാകില്ല. പക്ഷേ ആ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവളെ രക്ഷിക്കാൻ ഉറപ്പായും ഏട്ടന് കഴിയും. ഒപ്പം അവളുടെ പഠിത്തവും ഭാവിയും എല്ലാം എന്റെ ഏട്ടന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. ശംഖു പറയുന്നത് കേട്ട് ലച്ചുവിന് ആശ്വാസം തോന്നി. നന്ദന പിന്നെ ലച്ചുവിന്റെ ഫോണിനായി കാത്തിരുന്നു. ഏതാണ്ട് അർദ്ധരാത്രിയോടെയാണ് രാധചേച്ചിയുടെ ഫോണിൽ നിന്ന് ലച്ചു വിളിച്ചത്. അവൾക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു.
അത്രയും സങ്കടത്തിലേക്ക് അവൾ ആണ്ടുപോയിരുന്നു. ഒടുവിൽ നന്ദന ഒരുവിധം ലച്ചുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ലച്ചുവിനെ രക്ഷിക്കാനായി നന്ദനയും ശംഖുവും അവന്റെ കുടുംബവും ഒപ്പമുണ്ടെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കി. അവൾക്ക് ധൈര്യം കൊടുത്തു. അങ്ങനെ ഏപ്രിൽ 15 വിഷുവിന്റെ അന്ന് അമ്പലത്തിൽ പോകാനെന്ന പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാമെന്ന് ലച്ചു സമ്മതിച്ചു. രാധ ചേച്ചിയും എല്ലാ സഹായങ്ങളും അവർക്ക് ഉറപ്പു നൽകി. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ജഗനും സുഭദ്രയും നാരായണനും തറവാട്ടിൽ തന്നെയാണ്. ജഗൻ 2 ദിവസം കൂടുമ്പോൾ തറവാട്ടിലേക്ക് വരും. വിഷുവിന്റെ അന്ന് എന്തോ കാരണത്താൽ അയാൾക്ക് എത്താൻ കഴിഞ്ഞില്ല. അതൊരു ഭാഗ്യമായി ലച്ചുവിനും തോന്നി. നാരായണനൊപ്പമാണ് ലച്ചുവിനെ സുഭദ്ര അമ്പലത്തിലേക്ക് വിട്ടത്. ലച്ചു ഒന്നും പറയാതെ തന്നെ തന്റെ ദേവകിയുടെ മകളെ രക്ഷപ്പെടാൻ നാരായണൻ അനുവദിച്ചു. അമ്പലത്തിന്റെ അടുത്ത് നിർത്തിയിട്ടിരുന്ന ശംഖുവിന്റെ കാറിൽ ലച്ചു ശംഖുവിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. നന്ദനയും ഒപ്പമുണ്ട്. പക്ഷേ കുറച്ചു മുന്നോട്ട് പോയതും അവരുടെ വണ്ടിക്ക് കുറുകെ ഒരു ജീപ്പ് വിലങ്ങനെ വന്നു നിന്നു. അതിൽ നിന്നും പുറത്തിറങ്ങിയ ജഗനെ കണ്ട് ലച്ചു വിറങ്ങലിച്ചു നിന്നുപോയി. തുടരും.